ചിലരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് അത്ഭുതകരമായ മീൻപിടുത്തത്തെ കുറിച്ചാണ്. ശിഷ്യന്മാരെല്ലാവരും ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു നിരാശയിലൊക്കെ വന്നിട്ട് പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ പഴയ ജോലിയിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറയുന്നു. നിരാശനായിട്ട് പത്രോസ് മീൻ പിടിക്കാനായിട്ട് പോകുന്നു. ശിഷ്യന്മാര് കുറച്ചുപേര് പത്രോസിന്റെ കൂടെ കൂടുന്നു. പക്ഷെ അതിനേക്കാളും വലിയ നിരാശയായിട്ട് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത നിരാശയില് ശിഷ്യന്മാരിങ്ങനെ നിൽക്കുകയാണ്. അല്ല, അതിന്റെ നിരാശയുടെ ആഴൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും നമ്മൾ ചൂണ്ടയിടാൻ പോകുമ്പോൾ മണിക്കൂറുകളോളം നമുക്ക് നിന്നിട്ടും ഒരു മീൻ പോലും കിട്ടാത്ത ഒരു അവസ്ഥ വന്നാൽ അപ്പൊ നമുക്ക് മനസ്സിലാകും, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറിയ മീനെ പോലും കിട്ടാത്ത ശിഷ്യന്മാരുടെ നിരാശയുടെ ആഴം നമുക്ക് മനസ്സിലാകും. അത്രയും നിരാശയിൽ നിൽക്കുന്ന സമയത്ത് ഈശോ വരികയാണ്. ഈശോ വരുമ്പോൾ അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലാകുന്ന പോലുമില്ല. ഈശോ വന്നിട്ട് പറയുകയാണ്, മക്കളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? ആ സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങളെ വള്ളത്തിന്റെ വലതുവശത്ത് നിങ്ങൾ വലയിടാനായിട്ട് പറയുകയാണ്. നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഒരു രാത്രി മുഴുവൻ ഇവർ അധ്വാനിച്ചു എന്ന് പറയുമ്പോൾ ഇവര് വള്ളത്തിന്റെ വലതുവശത്ത് മാത്രം വലയിട്ടിട്ടില്ല, ബാക്കി ആ കാണുന്ന തടാകത്തിൽ മുഴുവൻ വലയിട്ടിട്ടുണ്ടാകും, ഇവിടെ മാത്രം വലയിട്ടിട്ടില്ല എന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയായിരുന്നിട്ടില്ല. കാരണം എന്താണ്? അതിനു മുമ്പ് അവർ നിൽക്കുന്നതിന്റെ ഒരു 360 ഡിഗ്രി മുഴുവൻ അവർ വലയിട്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പോലും ഒരു ചെറിയ മീൻ പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. ഈശോ വന്നിട്ട് പറയുകയാണ്, വള്ളത്തിന്റെ വലതുവശത്ത് നിങ്ങൾ വല ഇറക്കുക. ഈശോ പറയുന്നത് അതുപോലെ തന്നെ അവര് അനുസരിക്കുന്നു. അപ്പൊ പറയുകയാണ്, വലയിലകപ്പെട്ട മീനിന്റെ ആദിക്ക് നിമിത്തം അത് വലിച്ചു കയറ്റാനായിട്ട് ഇവർക്ക് സാധിച്ചില്ലെന്ന് പറയുകയാണ്. ആ സമയത്താണ് യോഹന്നാൻ പറയുന്നത് അത് കർത്താവാണെന്ന് പറയുന്നത്. അതായത് നിരാശയിലൂടെ നടന്നു പോകുന്ന ശിഷ്യന്മാര് ആ സമയത്ത് ദൈവത്തിന്റെ പെട്ടെന്നുള്ള ഒരു ഇടപെടല്, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് യോഹന്നാന് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു ഇന്നത്തെ വചനമാണ് നമ്മൾ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്നല്ല അർത്ഥം. ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയങ്ങളും ഉണ്ടാകാം, പക്ഷെ ആ പരാജയത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഒരു അനുഭവം ദൈവം നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. നമുക്ക് ഇതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പരാജയങ്ങൾ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക. നമ്മൾ നിരാശപ്പെടുത്താനൊന്നുമല്ല, മറിച്ച് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചില പരാജയങ്ങൾ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ പരാജയങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്